800 കോടി മനുഷ്യന്മാരുള്ള ലോകമാണെന്ന് പറഞ്ഞില്ലേ? അതിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എത്ര കുറച്ച് മനുഷ്യന്മാരായിരിക്കും അല്ലേ? നമ്മുടെ വീടിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നൊരു വീടില്ലേ, ആ വീട്ടിൽ എത്ര കുറച്ച് മനുഷ്യന്മാരുള്ളൂ? 800 കോടി മനുഷ്യന്മാരുള്ള ലോകത്ത് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ എത്ര കുറച്ചാണ്. ആ മനുഷ്യന്മാർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ കഴിയും. വേറെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ശാന്തമായി ഉണരാനുള്ള രണ്ടാമത്തെ മരുന്നതാണ് നമ്മുടെ ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കണ വിലയാണ്. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ളൊരു പഠനം ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടതായിരിക്കും. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുക. കുറേ മനുഷ്യന്മാരിലൂടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുക, സർവേ നടത്തിക്കൊണ്ടിരിക്കുക. ആ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ ഇപ്പം ആകെ 20 ആളുകളെ ജീവിച്ചിരിപ്പുള്ളൂ. 940കളിൽ തുടങ്ങിയ പഠനമാണ്. 940കൾ മുതലുള്ള കുറേ മനുഷ്യന്മാര്, അത് വലിയ പൈസക്കാരായ ആളുകളുണ്ട്, വലിയ മത നേതാക്കളുണ്ട്, അതുപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, ദരിദ്രരുണ്ട്, സാധാരണക്കാരുണ്ട്, കൂലിവേല ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മനുഷ്യന്മാരെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ആകെ 20 ആളുകളെ ബാക്കിയുള്ളൂ. അതിന് നേതൃത്വം കൊടുത്തതോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അവർക്കിപ്പോൾ ഒന്നിനും കഴിയില്ല, പക്ഷെ കുറച്ച് ആളുകൾ 10 ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവർക്ക് ബാക്കിയുള്ള മനുഷ്യർ. പക്ഷെ ആ പഠനം എന്താണെന്നറിയോ? മനുഷ്യന്മാർക്ക് ശരിക്കും സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്താണ് സമാധാനത്തിനുള്ള വഴി? പൈസയാണോ? സൗകര്യങ്ങളാണോ? വലിയ വീടാണോ? അതല്ലെങ്കിൽ അതുപോലെയുള്ള സൗകര്യങ്ങളോ, ജീവിതത്തിൽ കിട്ടുന്ന പ്രിവിലേജോ, ഇതൊക്കെയാണോ? എന്താണ് മനുഷ്യന് അടിസ്ഥാനപരമായി ഉള്ളിലൊരു സമാധാനം അനുഭവിക്കാനുള്ള വഴി എന്താണ്? ഒരു കണ്ടെത്തി എന്താണെന്നറിയോ? നമുക്കുള്ള മനുഷ്യന്മാരില്ലേ, ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങളെ ഊഷ്മളമായി കേടുപറ്റാതെ ഒരാൾ എത്ര കണ്ട് അതൊക്കെ നിലനിർത്താനും കേടുപറ്റാതിരിക്കാനും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്രയുമാണ്. അതാണ്. അങ്ങനെയുള്ളവർക്കാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുക. ഞാൻ പറയണല്ലോ, കഴിഞ്ഞ 70ലേറെ കൊല്ലമായി ഒരു യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർവേയിൽ നിന്ന് അവർ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എത്തുന്ന ആ ചെറിയ വീടില്ലേ, അല്ലെങ്കിൽ ആ വലിയ വീടില്ലേ, ആ വീടിന്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരില്ലേ, 4 5 മനുഷ്യന്മാരല്ലേ ഉള്ളൂ അല്ലേ? അവര് സമാധാനത്തോടെ ജീവിക്കണം. അതിന് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യണം. നമ്മൾ ചെടി നനക്കുമ്പോൾ എവിടെയാണ് വെള്ളം ഒഴിക്കുക? എവിടെ ഒഴിക്കുക? ഇലയിലാണോ? എവിടെ നനയ്ക്കുക? അടിയിൽ. ചെടിക്ക് വെള്ളം നനക്കുമ്പോ എവിടെയാണ് വെള്ളം നനയ്ക്കുക? ഇലയിലാണോ? പൂക്കളിലാണോ? എവിടെ? വേരില്. മണ്ണിൽ നനയ്ക്കുന്ന എന്തുണ്ടാ? മണ്ണിന്റെ ഉള്ളിലാണല്ലോ വേര് അല്ലേ? ഈ ചെടിക്ക് കാരണക്കാരായ ആളുകളെ കാണുന്നില്ല, ഉള്ളില അല്ലേ? പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ എന്നൊരു കവിതയുണ്ട്. പൂവിന് മനസ്സിലാവില്ല വേരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടോ കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല അല്ലേ? ചെടി നനയ്ക്കുമ്പോ എവിടെയാ നനയ്ക്കുക? ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നോളൂ കേട്ടോ. ഇനി ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ? ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ മനസ്സിലുണ്ടായ ആശയമാണ്. അതുകൊണ്ടാ ചെടി നനയ്ക്കുമ്പോ എവിടെയാണ് വെള്ളം നനയ്ക്കുക? വേരിലാണ് വെള്ളം നനയ്ക്കുക. വേരിൽ വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ്? അത് ഇലയിലെത്തും, പൂക്കളിലെത്തും, മൊട്ടിലെത്തും, തണ്ടിലെത്തും, എല്ലായിടത്തും എത്തും. ഒരാൾ പൂക്കളിലാണ് വെള്ളം നനയ്ക്കുന്നതെങ്കിലോ അതെവിടെ എത്തൂല, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പോലൊരു കാര്യം ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും, തുള്ളിപ്പോവും അല്ല. വേരിൽ വെള്ളം നനച്ചാൽ എല്ലായിടത്തും എത്തും. ഈ വേരാണ് നേരത്തെ പറഞ്ഞ 5 ആളുകളില്ലേ അല്ലേ? ആ വീട്ടിലെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന 3 ആളുകളോ 5 ആളുകളോ 10 ആളുകളോ 6 ആളുകളോ 2 ആളുകളോ ഇല്ലേ?
നമ്മുടെ കുടുംബമില്ലേ, അതാണ് നമ്മുടെ വീട്. അവിടെ സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എവിടെയും സമാധാനം കിട്ടാൻ വേണ്ടി. എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനം ഇല്ല എങ്കിൽ എനിക്കിതും പിടിച്ചുകൊണ്ട് സമാധാനമായിട്ട് നിങ്ങളോട് വർത്തമാനം പറയാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശാന്തമായി ഇരിക്കാനും കഴിയും. ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയില്ല, ഒരു എഞ്ചിനീയർക്ക് അയാളെ കാര്യം ചെയ്യാൻ കഴിയില്ല, ഒരു മാഷിന് നന്നായി പഠിപ്പിക്കാൻ കഴിയില്ല, ഒരു ഭരണാധികാരിക്ക് നന്നായിട്ട് അയാളുടെ ജോലി ചെയ്യാൻ കഴിയില്ല, ഒരു ഡോക്ടർക്ക് അയാൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ല. ഒന്നും നടക്കാൻ പാടില്ല. അതുകൊണ്ടേ ഞാൻ എൻ്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം, ഞാൻ എൻ്റെ ശ്രദ്ധയിലെ ഏറ്റവും നല്ല ശ്രദ്ധ, ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്നേഹം, അതാണ് എൻ്റെ വെള്ളം. ആ വെള്ളം കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? എൻ്റെ വേരിനാണ്. പക്ഷെ ഞാനെന്ന ചെടിക്ക് വേര് മാത്രമൊന്നുമില്ല, വേറെ പലതുണ്ട്. പൂക്കളുണ്ട്, ഇലകളുണ്ട്, തണ്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ചങ്ങാതിമാരുണ്ട്, കൂട്ടുകാരുണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, പിന്നെ അയൽക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ഓരോരോ സംഘടനകളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ചെടിക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ വേരുണങ്ങിയാൽ, എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയില്ല, എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല, എനിക്കൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാകാനോ സാമൂഹിക ജീവിയാകാനോ കഴിയില്ല. ഒരു വർഷം അവസാനത്തിൻ്റെ തുമ്പിൽ നിൽക്കുന്ന ദിവസം, ഒരു വർഷം അവസാനിച്ച് അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങൾ നമ്മൾ പിന്നെയും പിന്നെയും ആലോചിക്കേണ്ടത് നമ്മുടെ വേരെന്തായി എന്നുള്ളത്. പൂക്കൾ എന്തായി എന്നല്ല, ചെടികൾ എന്തായി എന്നല്ല. നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതം മടുത്തിട്ടുണ്ടോ? നമ്മൾ കാരണം സമാധാനം പോയിട്ടുണ്ടോ? നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ കാരണം ജീവിതത്തോടെ എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ബൈബിള് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റി, ഞാനൊരാളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യണം? അതിൽ കരഞ്ഞുകൊണ്ടിരിക്കണോ? വേണ്ടടാ, കൂടുതൽ സ്നേഹിക്കുക. ബൈബിളിന്റെ വാക്യമാണ്, എന്ത് രസമുള്ള വാക്യം. എന്നിട്ട് കൂടുതൽ സ്നേഹിക്കുക. പശ്ചാത്താപമാണ്, പരിഹാരമാണ്. ഒരു വർഷത്തിന്റെ അവസാനത്തെ അറ്റത്ത് നിൽക്കുന്ന ഈ സമയം നമ്മൾ ആലോചിക്കണം, നമ്മുടെ വേര് എന്തായി? പൂക്കളൊക്കെ അടിപൊളിയാ, ഇലയും അടിപൊളിയാ, ഒക്കെ അടിപൊളിയാ, പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ വേരെന്തായി? നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് എത്ര മനസ്സിലായിട്ടുണ്ട്? പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കാറുള്ളത് അമ്മയെക്കുറിച്ചാണ്, അല്ലേ? ഒരു വീട്ടിലെ അമ്മ ചെയ്യുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ, ഇതൊക്കെയാണ് പറയുക. പലപ്പോഴും ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരാളാണ്, ചരിത്രത്തിൽ നിന്ന് തന്നെ മറഞ്ഞു പോകുന്ന ഒരാളാണ് ആര്? അച്ഛൻ. അച്ഛനെവിടെ ഇല്ലല്ലോ. നമ്മുടെ ബന്നമാഷ് പോയോ ഇവിടെ? ബന്നമാഷിന്റെ കഥകളുടെ ഒരു ഓഡിയോ വേർഷൻ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കഥകൾ അദ്ദേഹം ഓഡിയോ ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ കേട്ടൊരു കഥയുണ്ട്, വായിച്ചതല്ല കേട്ടതാണ്. നമ്മുടെ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെ വരൂ അരികിലിരിക്കും. മാഷിക്ക് എന്താ തോന്നിയ വായിച്ചപ്പോ? അസാധ്യമായൊരു സ്റ്റോറി കേട്ടോ. ഒരച്ഛനാ, ഒരു വീട്ടിൽ ഇങ്ങനെ അനാഥനാകുന്ന ഒരു അച്ഛനെ കുറിച്ചാണ്. അയാൾ കുറെ കാലം ഗൾഫിലൊക്കെ പോയിട്ട് അധ്വാനിച്ച് അങ്ങനെ 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 അയാളുടെ ചോരയും നീരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പതുക്കെ അയാൾ ഇങ്ങനെ ആ വീടിന്റെ മൂലയിലാവുക. അതാണ് സ്റ്റോറി. ആ കഥയുടെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അരക്ഷിതനായ ജീവിയാണ് പുരുഷൻ. ഈ പ്രപഞ്ചത്തിലെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയാണ് കേട്ടോ, അല്ലെങ്കിൽ വാപ്പയെയാണ് കേട്ടോ. എന്താണ് കഥകാരന് അവസാനം പറയാ? പുരുഷൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും
അരക്ഷിതനായ ജീവിയാണ്. മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ട. മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി, മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി ഒരു ദിവസം, പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മാറി മൂലയിലിരിക്കുന്നത് പോലെ അയാൾ ഉപേക്ഷിക്കപ്പെടുന്നു. ഉള്ളിലെ സ്നേഹം പോലും മക്കളോട് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, ഉള്ളിലെ സങ്കടങ്ങൾ ഒരാളോടും പറയാതെ, പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും ഒരാളോട് ഷെയർ ചെയ്യാതെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യന്മാരാണ് പൊതുവെ അച്ഛന്മാർ. അല്ലേ? ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഒരു പാചക മത്സരമാണ്. പാചക മത്സരം. അപ്പോൾ ഒരു കുട്ടി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളൊരു പാത്രം ഇങ്ങനെ പെട്ടെന്ന് തുറക്കണം. ചെറിയ സമയം കൊണ്ടാണ് പാചകം ഉണ്ടാക്കുന്നത്. 1 മിനിറ്റൊക്കെ കൊടുത്തിട്ടാണ്, 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പാചകം. അപ്പോൾ ഈ പാത്രം തുറക്കാൻ പറ്റുന്നില്ല. അവൾ ഓടുന്ന എങ്ങോട്ടാ? അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ അവിടെ കൂടി നിൽക്കുന്ന 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യനിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായി ഓടി അണയാൻ കഴിയുന്ന ഒരു ചൂടുണ്ടെങ്കിൽ അവൾക്കറിയാം, നിരുപാധികം എന്നെ സ്വീകരിക്കുന്ന മനുഷ്യൻ. അല്ലേ? നമ്മളെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അപ്പയില്ലേ, അപ്പ, നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറയില്ലേ? ഇവിടെ എന്താ പറയാ? കമ്മ്യൂണിസ്റ്റ് അപ്പ. പണ്ട് കമ്മ്യൂണിസം ലോകത്ത് മുഴുവനും വളരെ പെട്ടെന്ന് വ്യാപിച്ചിരുന്നു. അതുപോലെ പെട്ടെന്ന് വ്യാപിച്ചിരുന്ന ഒരു ചെടിയായിരുന്നു എന്ത്? അപ്പ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പേരിട്ട്. ശരിക്കും അതിന്റെ നിറം എന്താണ്? ചുവപ്പല്ല, എന്താണ്? പച്ചയാണ്. ഈ അപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമുക്ക് അറിയാലോ അല്ലേ? പെട്ടെന്ന് മുറിയൊക്കെ ആയാൽ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് അതിൻ്റെ നീര് നമ്മുടെ മുറിയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. പെട്ടെന്ന് കിട്ടുന്ന പച്ചമരുന്നാണ് അല്ലേ? എന്ത്? അപ്പ. എന്താണ്? അപ്പ. ക്രൈസ്തവര്, ക്രിസ്ത്യൻ സഹോദരങ്ങള് അവരുടെ വീട്ടിലുള്ള അച്ഛനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാ? അപ്പ. നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന മുറിവുകളില്ലേ, അതിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയ വീട്ടിന്റെ ഉള്ളിലെ പച്ചമരുന്നിന്റെ പേരാണ് അപ്പ. അപ്പ അപ്പ. ആ വിളിയുടെ അകത്ത് പോലും ഒരു പച്ചമരുന്നിനുള്ള ക്ഷണപത്രമുണ്ട്. അപ്പ അപ്പ. ബൈബിളിലെ ദൈവത്തിന് പറയുന്ന പേര് പോലും എന്താ? അപ്പൻ എന്നാണ്. അപ്പ, ഫാദർ എന്നാണ്. അതിന് കൊടുക്കാവുന്ന ഏറ്റവും മോശം അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് മലയാളത്തിൽ. പിതാവ്. ആരെങ്കിലും അങ്ങനെ വിളിക്കുക? പിതാവേന്ന് വിളിക്കും, വാപ്പച്ചിന്ന് വിളിക്കും. നിങ്ങളൊക്കെ എന്താ വിളിക്കുക? വാച്ചി എന്നല്ല ഇവിടെ വിളിക്കുക അല്ലേ? നിങ്ങളുടെ ഈ ഏരിയയിൽ വാച്ചി എന്നാണ്. എന്ത് രസമുള്ളൊരു വിളിയാണതില്ലേ? വാച്ചി. വാപ്പച്ചിയാണ്. അപ്പാ പോയി, വാച്ചി. അപ്പച്ചി എന്ന് വിളിക്കുന്നത്, അപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. ആ വിളിയിൽ ഏറ്റവും രസമുള്ള വിളിയാണ് അപ്പ. കാരണം അതിനകത്ത് ഇതുണ്ട്. പക്ഷേ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആ പച്ചമരുന്ന് പതുക്കെ അങ്ങനെ നീങ്ങിപ്പോയി. ആർക്കും വേണ്ട. വാർദ്ധക്യമൊക്കെ എത്തുന്നതോടുകൂടി ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടാവണ ഒരരക്ഷിതത്വമുണ്ട്. അപ്പ സങ്കടങ്ങളൊന്നും പറയൂല കേട്ടോ. പുരുഷന്റെ ഒരു പ്രത്യേകതയാ, ഒരു വിഷമം വന്നാൽ ആരോടും പറയുമൊന്നുമില്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ചെന്ന് ചോദിച്ചോളൂ, പറയൂല. എത്ര നിർബന്ധിച്ചാലും പറഞ്ഞു തരില്ല. അവസാനം പറയും എനിക്കൊരു സ്വസ്ഥത തന്നാൽ മതി എന്നൊക്കെ പറയും അല്ലേ? കാരണം ഒരാളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അതെല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ നേരെ തിരിച്ചാണ് അല്ലേ? ഒരു വിഷമം വരുമ്പോൾ അവൾക്കത് പറയാന്നുള്ളതാണ് ഒന്നാമത്തെ മരുന്ന്. ആരോടെങ്കിലും ഒന്ന് പറയണം എന്തിനാ? പരിഹാരം കിട്ടാനൊന്നുമല്ല കേട്ടോ. ഭയങ്കര ഒരു സംഭവമാണത്. സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് സങ്കടങ്ങളെ സ്വീകരിക്കുന്നത്. പുരുഷനൊരു സങ്കടം വന്നാൽ അവൻ ആരോടും പറയുന്നില്ല, അവനതിനൊരു പരിഹാരം കിട്ടണം. അത്രേ ഉള്ളൂ. പരിഹാരം കിട്ടുന്നത് വരെ അവനൊരു ഗുഹയുടെ അകത്തേക്ക് കയറുന്നത് പോലെയാണ്. അത് വണ്ടിയിൽ ഇരിക്കലാവാം, പുതപ്പിന്റെ ഉള്ളിലാവാം, റൂമിന്റെ ഉള്ളിലാവാം, എവിടെങ്കിലും അവന് സ്വസ്ഥമായിട്ട് ഇരിക്കണം.
ആരും വരരുത്. മക്കളോട് പോലും ദേഷ്യപ്പെടും. പലപ്പോഴും മക്കളെ അടിച്ചിട്ടുള്ളത് മക്കളുടെ കുഴപ്പം കൊണ്ടാണോ? നമ്മുടെ ദേഷ്യം കൊണ്ടല്ലേ? അല്ലേ? അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയാ, അപ്പക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നുകൊണ്ട് അടിച്ചാണ്ടെന്നാ പറയാ. മക്കൾക്ക് കിട്ടിയ അടി മുഴുവനും അവരുടെ കുഴപ്പം കൊണ്ടല്ല. അവര് കുട്ടികളായതുകൊണ്ട് അതൊക്കെ ചെയ്യായിരിക്കും. കുഴപ്പങ്ങൾ വരും, കുസൃതികൾ വരും, കുരുത്തക്കേടുകൾ വരും. പക്ഷെ അടിച്ചത് എന്താണ്ടാ? നമ്മുടെ ദേഷ്യം കൊണ്ട്. ദേഷ്യം ഉണ്ടായത് എവിടുന്നാ? ചിലപ്പോ ആ കുട്ടി അതിനൊരു കാരണക്കാരനേ ആകൂല. പുറത്തുനിന്നുണ്ടായ ദേഷ്യമായിരിക്കും, കച്ചവടത്തിലുണ്ടായ ദേഷ്യമായിരിക്കും, സ്റ്റാഫിന്റെ അടുത്തു നിന്നുണ്ടായ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരോടെങ്കിലും ഉണ്ടായ ദേഷ്യം. നമ്മൾ പറഞ്ഞേ എന്തേനും നമ്മൾ പറഞ്ഞെന്തേനും അപ്പയല്ല എവിടെ നിന്നൊക്കെ പോന്നിട്ട് എന്തിനു പറഞ്ഞ കുട്ടികളടിക്കുന്ന അതൊന്നല്ല, വേറെ ഒരു കാര്യം പറയുന്നത്. വേറെയാണല്ലേ? അല്ലെ ഇപ്പൊ അവസാനം പറഞ്ഞ എന്തായിരുന്നു? പുരുഷൻ. യെസ്, താങ്ക് യു. നിങ്ങളെ പേരെന്താ? നിങ്ങൾ നല്ലൊരു സ്റ്റുഡൻ്റാണ്. പുരുഷന്മാര് സങ്കടം വന്നാൽ ആരോടും പറയൂല. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താണ്, നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കൂലേ? നിങ്ങൾ രാവിലെ പോയ ആളല്ലല്ലോ, വൈകിട്ട് വരുമ്പോ എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കൂലേ? പറയൂല. അത് പുരുഷന്റെ പ്രത്യേകതയാ. അവനതിന് പരിഹാരം കിട്ടണം. എന്നാലോ സ്ത്രീ നേരെ തിരിച്ചുമാണ്. അവൾക്കൊരു സങ്കടം വന്നാൽ പരിഹാരം കിട്ടുന്നതിനേക്കാൾ അത് അവൾക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. ആരോട് ആദ്യം വന്ന് ഷെയർ ചെയ്യുക? നമ്മളോട്. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്ത് കൊടുക്കും? പരിഹാരം. ഇതല്ലേ? അവൾക്ക് എന്ത് വേണ്ട? പരിഹാരം വേണ്ട. അത് പിന്നെ വന്നോളൂ. ആദ്യം അവൾക്ക് എന്ത് വേണം? ഇത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ജീവിയാ. അവൾക്ക് സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, പിന്നെ എല്ലാ ഫീലിങ്ങും അവൾക്ക് എക്സ്ട്രീമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിന്റെ 2 ഭാഗങ്ങൾ ഒരേപോലെ വർക്ക് ചെയ്യും. സങ്കടം വന്നാലും കൂടുതൽ സങ്കടമായിരിക്കും. സങ്കടമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവൾക്ക് വരും. സന്തോഷം വരുമ്പോഴും എല്ലാ സന്തോഷങ്ങളെയും ഒരുപോലെ അവള് മനസ്സിലേക്ക് ഓർത്തെടുക്കും. അല്ലേ? ഇന്നുണ്ടായൊരു സംഭവം എങ്ങനെയാ അവള് പറയാ? അതുപോലൊരു സംഭവം 10 കൊല്ലം മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയാ. അല്ലേ? അതെന്തുണ്ടാ? അവള് കണക്ട് ചെയ്യും. പണ്ടൊരു മാഷ് കല്യാണം കഴിച്ചൊരു കഥയുണ്ട്. എനിക്ക് തമാശ പറയാനൊന്നും അറിയില്ല, ചിലപ്പോൾ ഇത് തമാശയായിട്ടൊന്നും മാറൂല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആസ്വദിച്ചാൽ മതിട്ടാ. ഇത് തമാശയാണ് ശരിക്കും. എനിക്കത് പറയാൻ കഴിയുമെന്ന് അറിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. മാഷി കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണാണല്ലോ. അപ്പൊ അവളോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളുണ്ട്, അവളുടെ നെറ്റിയിൽ നല്ല രസമുള്ളൊരു മറുകുണ്ട്, ആ മറുക് ഭയങ്കര ഭംഗിയാണ്, ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞ് അയാൾ പെൻഷനൊക്കെ പറ്റി, റിട്ടയർഡായി. ഒരു ദിവസം രാത്രി ഇങ്ങനെ തപ്പിപ്പിടിച്ച് വരുന്ന സമയത്ത് കല്ലിൽ തട്ടിയിട്ട് ആള് വീണ്. ഭാര്യ ഓടി വന്നിട്ട് ടോർച്ചും കൊണ്ട് ഓടി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ കല്ല് കണ്ടില്ല എന്ന് പറഞ്ഞു. മുന്നിലെ കല്ല് കണ്ടില്ല. ഉടനടി 50-40 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്നൊരു സംഭവത്തെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു, ബിന്ദുവിന്റെ നെറ്റിയിലെ മറുക് കാണാൻ കഴിഞ്ഞു, മുന്നിൽ എത്രയും വലിയ കല്ല് കാണാൻ കഴിഞ്ഞില്ലേ? ഇതാണ് കണക്ട്. ഇതെല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. സന്തോഷങ്ങളിലുണ്ടാവും, സങ്കടങ്ങളിലുണ്ടാവും, പരാതികളിലുണ്ടാവും, പരിഭവങ്ങളിലുണ്ടാവും, സ്നേഹത്തിലുണ്ടാവും. ഇമോഷണലാണ്, അടിമുടി ഇമോഷണലാണ്. അതുകൊണ്ടാണ് അവൾക്ക് അമ്മയാകാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് കാത്തിരിക്കാൻ കഴിയുന്നത്. അമ്മ ആശുപത്രിയിലായാൽ പോലും, ഉമ്മ ആശുപത്രിയിലായാൽ പോലും നമ്മൾ എത്ര ദിവസം ഉറക്കൊഴിക്കും? ഏറി വന്നാൽ ഒരു ദിവസം. പിറ്റേന്ന് ആരെ വിളിക്കും? പെങ്ങളെ വിളിക്കും. എന്നിട്ട് പറയും, ഇനി നീ വന്നിരിക്കടാ, എനിക്ക് പറ്റുന്നില്ല, ഉറക്കൊഴിക്കാൻ പറ്റുന്നില്ല. അവൾ എത്ര ദിവസം വേണേലും ഉറക്കൊഴിക്കും, കാത്തിരിക്കും. 9 മാസവും കാത്തിരിക്കും. അവൾ അടിമുടി അമ്മയാക്കി വെച്ചിരിക്കുക അല്ലേ? അടിമുടി അമ്മയാ, അടിമുടിയാ. ചെറിയ കുഞ്ഞിന് പോലും അവൾ അമ്മയാ. പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ, കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ
മണ്ണിനുമേലില്ല മറ്റൊന്നുമല്ലീപ്പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. എന്തൊരു കവിതയാണ്! പെണ്ണിന് ഒരു ഉണ്ണിക്കിടാവിന്റെ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതുകല്ലേ, അതുപോലൊന്നും മണ്ണിനു മേലില്ല മറ്റൊന്നും മല്ലീപ്പൊടി പെണ്ണിനുമുണ്ട് അടങ്ങാത്ത ദാഹം. എന്തിന്? അമ്മയാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് നിങ്ങൾ ഒരു പാവക്കുട്ടിയെ വെച്ച് കൊടുത്തു നോക്കൂ. പാവക്കുട്ടിയെ കുറച്ച് സമയം കഴിഞ്ഞാൽ അവനതിനെ തോക്കാക്കി മാറ്റും അല്ലേ? എന്നാലൊരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് വെച്ച് കൊടുത്തു നോക്കൂ, കുറച്ച് സമയം കഴിഞ്ഞാൽ അവൾ അതിനെ ഒരു പാവക്കുട്ടിയാക്കിയിട്ട് മാറ്റും. തോളിലിട്ടിട്ട് ഇങ്ങനെ ഉറക്കുന്നത് കാണും. ആരാ? തോക്ക്. പെണ്ണിനൊരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ. അടിമുടി അമ്മയാ, അമ്മ. ഞാൻ കുറച്ചു ദിവസം മുന്നേ ഒരു യാത്ര പോയിരുന്നു കേട്ടോ, ഇവിടെ കുവൈത്തില്. അപ്പോൾ അവിടെ 4 പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്. ഈ 4 പ്രോഗ്രാമിൽ ഒരേ ഡ്രസ്സാണ് ഇട്ട്. ഒരു കറുത്ത ടീഷർട്ട്, ഇതേപോലത്തെ ഒരു ടീഷർട്ട്. തേക്കൊന്നും വേണ്ടല്ലോ, അലക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതിടണേ, തേക്കാൻ മടിയായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇടുന്നത്. അപ്പോൾ കറുത്ത ടീഷർട്ടാണ് എല്ലാ ദിവസവും ഇട്ടത്. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങുകയാണ്, അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പം എന്നോട് നമ്മുടെ പ്രോഗ്രാം ചെയ്തൊരാളുണ്ട്, അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല എല്ലാ ദിവസവും ഒരു ടീഷർട്ടാണല്ലോ, ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, ഇത് ഒരേ ടീഷർട്ടാണോ അല്ല പല പല ടീഷർട്ടാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കറുത്ത വസ്ത്രവും ഇഷ്ടമാണ്, പിന്നെ ടീഷർട്ടും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇടുന്നതെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, അല്ല ഒരു സംഭവമുണ്ട്. എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, അദ്ദേഹം പറയാ, എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, അല്ല മൂപ്പര് വേറെ ഡ്രസ്സ് കൊണ്ടുവരാൻ മറന്നുപോയതാണോ, അതുകൊണ്ടിരിക്കും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണത്. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. കാരണം ഞാൻ ഡ്രസ്സ് വെച്ച എന്തോ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുന്ന ആ പ്രോഗ്രാമിൽ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും, അവരൊന്നും ആലോചിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ സ്ത്രീ ഇല്ലേ, അവര് ഒരൊറ്റ നിമിഷം അമ്മയായിട്ട് ആലോചിച്ചു. അതാണ് ഒരമ്മയ്ക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ കഴിയുള്ളൂ. എൻ്റെ വസ്ത്രം ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊക്കെ എന്താ വിചാരിക്കുക? എന്തൊരു ലാളിത്യമുള്ള മനുഷ്യനാണ്, കീറിയ വസ്ത്രം പോലും പൊതുസദസ്സിലിടുന്നു എന്നൊക്കെയല്ല വിചാരിക്കുക. ഇവരെന്താ വിചാരിക്കുക? അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞാനത് തുന്നിക്കൊടുക്കുമല്ലോ. അല്ലേ? അമ്മ. അതുകൊണ്ട് ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരു 13 വയസ്സ് മുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ, ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരായുസ് മുഴുവനും അനുഭവിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ കാലിൽ ഉമ്മ കൊടുക്കും. അവൾക്ക് വേണ്ടിയാണോ? അവൾക്ക് വേണ്ടിയാണോ? ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ അവളുടെ ഔദാര്യമാണ്. അതുകൊണ്ടാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു കാര്യവും പ്രവാചക തിരുമേനി ഭാര്യമാരോട് പറയില്ലായിരുന്നു. പ്ലീസ് എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ. ഇപ്പൊ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ആണ് പ്രവാചകനാവുന്നത്. മാലാഖ വന്നിട്ട് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയുകയും പ്രവാചകനാണ് എന്നറിയാം. ഭയങ്കര പേടിച്ചു പോയി. പിന്നെ മാലാഖയെ ആദ്യമായി കണ്ട എല്ലാ പേടിയുണ്ട്. അങ്ങനെ ഓടി വന്നിട്ട് എങ്ങോട്ടാ ഓടി വരുന്നത്? വീട്ടിലേക്ക് ഓടി വരുന്നത്. വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആരെങ്കിലും അറിയോ? ജമ്മിലൂനി. അറബിയാണ്. വാക്കിന് ഇത്രയും അർത്ഥമുള്ളൂ. എന്നെ പുതപ്പിട്ട് എനിക്കൊരു പുതപ്പ് തരുമെന്നാണ്. പനിക്കുന്നത് പോലെ തോന്നുന്നു, എനിക്കൊരു പുതപ്പ് തരുമെന്ന്. എന്ത് പുതപ്പ്? ഷീലേന്റെ പുതപ്പാണോ? ആണോ? കമ്പിളി പുതപ്പാ? അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോയപ്പോഴേ അവിടെയൊക്കെ പുതപ്പുണ്ടാവില്ലേ? ഈ ആളോട് വന്നത് പറഞ്ഞ എന്തിനാ? ഒരു തുണിശീല കൊണ്ട് എന്നെ
എന്നൊന്ന് കെട്ടിപ്പിടിക്കടോ. എനിക്കൊരു മനുഷ്യന്റെ ചൂട് വേണം, ആരുടേതിലും പോരാ, നിന്റേത് വേണം. എൻ്റെ ഭയങ്ങൾക്ക് അഭയമായി നീ മാറുകയാണ്. എൻ്റെ ചുടുവേനലിൽ നീ ഒരു തണലായി മാറുകയാണ്. എന്താ പറഞ്ഞില്ലേ, തണലല്ലേ? തണൽ. ഓക്കെ, എന്താ വാക്കിന്റെ അർത്ഥം? ജമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ പുതക്കൂ എന്നാണ്. എന്നെ പുതക്കൂ. ആ വാക്കിലേക്കൊന്ന് ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞ്? ജമ്മിലൂനി. അറബി ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം. അത് എന്നെ പുതക്ക്, നീ എന്നെ പുതക്ക്, നീ എന്നെ പുതക്ക് എന്നാണ് എങ്കിൽ അങ്ങനെയല്ല പറയാ, ജമ്മിൽ നീ എന്നാ പറയാ. എന്താ പറയാ? നീ എന്നാണ് പ്രയോഗം. നീ എന്നെ പുതക്കൂ എന്നാണെങ്കിൽ ജമ്മിൽ നീ എന്നാ പറയാ. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ്? ജമ്മിലൂനി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ ഒന്ന് പുതക്കൂ. മുന്നിൽ നിൽക്കുന്നത് അമ്മയാണ്. സ്വന്തം അമ്മ മാത്രമല്ല അമ്മ, കുഞ്ഞുങ്ങളുടെ അമ്മയും അമ്മയാണ്. അതുകൊണ്ട് ഒരു പെണ്ണില്ലേ, ഇത്രയും കൊല്ലത്തെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് അനിയത്തിയില്ല, എൻ്റെ വീട്ടിൽ ഉമ്മ മാത്രമേ പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഇത്താത്തുണ്ട്, പക്ഷെ അവള് നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി. ഒരു പെണ്ണ്, ഒരു അനിയത്തി എന്താന്ന് അവളുടെ വളർച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല, കണ്ടിട്ടില്ല ഞാൻ. പല കാര്യങ്ങൾ കല്യാണത്തിന് ശേഷമാണ് അറിയണത് പോലും. സ്ത്രീകൾ അനുഭവിക്കുന്ന, ഓരോ മാസവും അനുഭവിക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ അറിയണത് കല്യാണത്തിന് ശേഷം. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. മദ്രസയിലൊന്നും ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ച ദിവസം സ്കൂളിൽ പോയിട്ടില്ല. മറ്റേ പറഞ്ഞവള് എനിക്ക് അറിയില്ലായിരുന്നോ? ഇവള് വന്നതിന് ശേഷമാണ് ഇത് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവണേ. അനിയത്തിയൊന്നുമില്ല വീട്ടില്. ഉമ്മ അതൊക്കെ വളരെ തന്ത്രപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഇത്രയും കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന്, ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ച അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഒരു പെണ്ണ് വളരെ കുറച്ച് സമയമേ പെണ്ണാവുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവനും ഒന്നുകിൽ അവൾ പെൺകുഞ്ഞാണ്, അല്ലെങ്കിലോ അമ്മയുമാണ്. നിങ്ങളുടെ അനുഭവം വേറെ ആയിരിക്കാം, എനിക്കറിയില്ല. എൻ്റെ അനുഭവം അതാ. വളരെ കുറച്ച് സമയമേ, കുഴപ്പമില്ല, അമ്മയാ. പെണ്ണിന്റെ ഒരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ ഒരു പാവക്കുട്ടി കൊടുത്തു നോക്കൂ. അപ്പോ ഞാൻ എൻ്റെ അനുഭവം പറയണ, ഒരു പെണ്ണില്ലേ വളരെ കുറച്ച് സമയമേ മുതിർന്ന ഒരു പെണ്ണാവുന്നുള്ളൂ. ഇപ്പൊ കാമുകി അല്ലെങ്കിൽ പ്രണയിനി, ഒരു ഭാര്യ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു വൈകാരിക സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് വളരെ കുറച്ച് സമയമാണ്. പ്രണയിനി ആകുന്നത് പോലും വളരെ കുറച്ച് നിമിഷങ്ങളാണ്. ബാക്കിയുള്ള സമയം മുഴുവനും അവൾ ഒന്നുകിൽ പെൺകുഞ്ഞാണ്. നിങ്ങളുടെ വീട്ടിലെ മോളും വൈഫും തമ്മിൽ വൈകാരിക വിഷയങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് ഏകദേശം ഒരേ കാര്യമായിരിക്കും. നിങ്ങളെ മോളെ നിങ്ങൾ ഒന്ന് കൊഞ്ചിച്ചു നോക്കൂ, ലാളിച്ചു നോക്കൂ, പുന്നാരിച്ചു നോക്കൂ. ഏറ്റവും അസൂയപ്പെടുന്ന ആരായിരിക്കും? മറ്റേ പെൺകുഞ്ഞാണ്. അതാണ്, അവൾ പെൺകുഞ്ഞാണ്. ഒരു പെൺകുഞ്ഞിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ടോ? ബാക്കിയുള്ള സമയം അവൾ എന്താണ്? അമ്മയുമാണ്. വീഴാൻ പാടില്ല.